സ്കൂൾ കലോത്സവ വേദികളിലും യുവജനോത്സവങ്ങളിലൊക്കെ മിന്നിത്തിളങ്ങുന്ന താരങ്ങളെ നമ്മൾക്കൊക്കെ അറിയായിരിക്കും. എന്നാൽ തിരശീലയ്ക്കു പിന്നിൽ വിയർപ്പൊഴുക്കുന്ന അവരെ അണിയിച്ചൊരുക്കുന്ന ആൾക്കാരെ നമ്മൾ പലപ്പോഴും കാണാറില്ല. അത്തരത്തിലൊരാളാണ് ഇദ്ദേഹം. നരിക്കാവള്ളി സ്വദേശിയായ പവിത്രനാണ്. ചേട്ടാ, ക്ലിൻറ്റു പവിത്രൻ എന്ന് ഒരു പേര് കൂടിയുണ്ട്. ആ പേരിന് പിന്നിലെ രഹസ്യം എന്താ? അതായത് ഏതാനും ചെറിയ കുഞ്ഞു പ്രായത്തിൽ തന്നെ 2500-ലധികം ചിത്രങ്ങൾ വരച്ച് അതിശയിപ്പിച്ച ക്ലിൻ്റ് എന്ന കുട്ടിയുടെ പേരിലാണ് ആ സമയത്ത് കുട്ടിയുടെ സമയത്ത് ഏതാണ്ട് 86-87 കാലഘട്ടത്തിലാണ് ആ സമയത്ത് ഞങ്ങൾ ഒരു പരസ്യ സ്ഥാപനം തുടങ്ങുകയാണ്. അങ്ങനെ ആ വലിയ കലാകാരൻ്റെ പേര് നിലനിർത്തുന്നതിന് വേണ്ടി ക്ലിൻ്റ് ആർട്സ് എന്ന ഒരു സ്ഥാപനം വിലാസറിയിൽ ആരംഭിക്കുകയുണ്ടായി. അത് വളരെ നല്ല രീതിയിൽ വർഷങ്ങളോളം കൊണ്ടുപോവുകയും അങ്ങനെ ക്ലിൻ്റ് പവിത്രൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടാൻ സാധിക്കുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷം അടുത്ത പഞ്ചായത്തുകാരൊക്കെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി എന്നെ വിളിക്കുകയും അവർക്ക് 3-4 വർഷം തുടർച്ചയായിട്ട് കേരളോത്സവത്തിൽ സംസ്ഥാന തലത്തിൽ തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വെവ്വേറെ സമ്മാനങ്ങൾ വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ സ്കൂൾ കലോത്സവത്തിൽ ആ സമയത്ത് തന്നെ കാസർഗോഡ് വെച്ച് നടത്തുന്ന സംസ്ഥാന യുവജനോത്സവത്തിൽ ഫാൻസി ഡ്രസ്സിന് സമ്മാനം കിട്ടി. പിന്നെ അവിടുന്ന് തുടർച്ചയായി പല വർഷങ്ങളിലും, അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഗ്യാപ്പില്ലാതെ 10-18 വർഷക്കാലം സംസ്ഥാന യുവജനോത്സവത്തിൽ പോകാൻ സാധിച്ചു. അത് കണ്ണൂർ ജില്ലയെ പ്രതിനിധീകരിച്ച് 18 വർഷക്കാലവും അല്ലാതെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഒട്ടുമിക്ക ജില്ലകളിലും ഒരുപാട് ശിഷ്യന്മാരും ശിഷ്യകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ തന്നെ നല്ല രീതിയിലുള്ള വിജയം കൈവരിക്കുകയും ചെയ്തു. ശരി. കാൾ മാർക്സ്, EMS, ഗാന്ധിജി, നെഹ്റു അതുപോലുള്ള ഒരുപാട് മഹാന്മാരായ ആൾക്കാർ താങ്കളുടെ വിരൽത്തുമ്പിലൂടെ വേദികളിൽ എത്തി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു അനുഭവമോ? കുറേ മന്ത്രിമാരൊക്കെ അടക്കമുള്ള വലിയൊരു സമ്മേളനം കോട്ടയത്ത് വെച്ച് നടക്കുമ്പോൾ ഗോപിനാഥ് മുതുകാട്, മാർക്സിയം എസ്പിയം എന്ന് പറയുന്ന, അതായത് നമ്മുടെ ലോകപ്രശസ്ത മാന്ത്രികൻ ഗോപിനാഥ് മുതുകാട് കാറൽ മാക്സിനെയൊക്കെ അണിയിച്ചൊരുക്കാൻ പറ്റിയ ഒരു മേക്കപ്പ് മാനെ അന്വേഷിക്കുകയുണ്ടായി. അത് അവസാനം എത്തിയത് നമ്മുടെ ഇപ്പോഴത്തെ സംഗീതനാട അക്കാദമി സെക്രട്ടറി കരുവള്ളൂർ മുരളിയേട്ടനോടാണ്. അപ്പോൾ മുരളിയേട്ടൻ എൻ്റെ പേര് നിർദ്ദേശിക്കുകയും അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ മാജിക് അക്കാദമി പോവുകയും ആ വേഷം ധരിക്കാൻ അതിനനുയോജ്യമായത് പ്രശസ്ത നടനായിട്ടുള്ള കരുവള്ളൂർ വിജയേട്ടനാണ്. അങ്ങനെ വിജയേട്ടനും ഞാനും കൂടി പോവുകയും ഈ കോട്ടയത്ത് വെച്ച് നടക്കുന്ന ഈ സംസ്ഥാന സമ്മേളനത്തിൽ വളരെ നല്ല രീതിയിൽ ഒരു പുസ്തകത്തിൽ, അതായത് മാർക്സിയം എന്ന കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൻ്റെ ഉള്ളിൽ നിന്ന് കാറൽ മാർക്സ് ഇറങ്ങി വരുന്ന ഒരു രംഗമാണ്. അത് വളരെ മനോഹരമാക്കാൻ വേണ്ടി സാധിച്ചു. ശരി. എന്തായാലും തിരശീലയ്ക്ക് മുന്നിലുള്ളവരെ മാത്രം എല്ലാവരും കാണുമ്പോൾ ഇതുപോലുള്ളവരെയും ഇടയ്ക്കൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ക്യാമറാമാൻ പ്രണവ്.